എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഒരു വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കണം എന്നില്ല. അത് വളരെ അപൂർവങ്ങളായി മാത്രം, അല്ലെങ്കിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ ദൈവിക അഭിഷേകമുള്ള വ്യക്തികളിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിലൂടെയോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന നന്നായി ഉറങ്ങുമ്പോഴല്ല, മറിച്ച് മയക്കം പോലെ ഒരു അനുഭൂതി, അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ കാണുന്ന ചില ദർശനങ്ങളിലൂടെ ഒക്കെ ദൈവം നിങ്ങളോട് സംസാരിക്കും. അതുകൂടാതെയും പല മുഖാന്തരങ്ങൾ ദൈവം മനുഷ്യനോട് സംസാരിപ്പാനായിട്ട് ഇടയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ നിലയിലുണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം, അല്ലെങ്കിൽ ഒന്നിലധികം വാഗ്ദത്തം നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം തുറന്ന് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന, നിങ്ങളോട് ഇടപെടുന്നതായിട്ടുള്ള അനേക വചനങ്ങൾ നിങ്ങൾക്കതിൽ കാണാനായിട്ട് സാധിക്കും. അതിലേതെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നിങ്ങളോടുള്ള വാഗ്ദത്തമായി ഏറ്റെടുക്കാം. വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞാൽ, നമുക്കുണ്ടാകുന്ന ധൈര്യവും ബലവും വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. ഏത് പ്രതിസന്ധിയും ഏത് പ്രശ്നങ്ങളും ജീവിതത്തിന് നേരെ വന്നാലും ഒരുപക്ഷെ അത് വൻ തിരമാലകളെ പോലെ വലിപ്പമുള്ളവയാണെങ്കിലും, വലിയ കൊടുങ്കാറ്റ് പോലെയുള്ളതായുള്ള അവസ്ഥകളാണെങ്കിലും, ചിലപ്പോൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് തന്നെ നീങ്ങിപ്പോകുന്ന പോലുള്ള ഭൂചലനമോ ഭൂകമ്പമോ ആണെങ്കിൽ പോലും, ഞാനീ പറയുമ്പോൾ അത് ആക്ഷരികമായി സംഭവിക്കാം, ഇല്ലെങ്കിൽ മാനസിക തലത്തിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ആ നിലകളിലുള്ള സാഹചര്യങ്ങളുണ്ടാകാം. എല്ലാ ഭൂകമ്പവും, എല്ലാ ഭൂചലനവും, എല്ലാ കൊടുങ്കാറ്റും, എല്ലാ തിരകളും തിരമാലകളും ചുഴലിക്കാറ്റുമെല്ലാം ആക്ഷരികമായി സംഭവിക്കണമെന്നില്ല. എന്നാൽ വല്ലാതെ പതറിപ്പോകുന്ന, വല്ലാതെ ഉലഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. ആ സന്ദർഭത്തിൽ ഒരു ദൈവിക വാഗ്ദത്തം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തമാണ് നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ബലം നൽകുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ 4 ചേവകരുള്ള 4 കൂട്ടത്തിൻ്റെ നടുവിൽ പത്രോസ് അപ്പോസ്തലൻ സുഖകരമായി ഉറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹചര്യം പിറ്റേ ദിവസം അദ്ദേഹത്തെ വധിക്കാനായിട്ട് അവിടുത്തെ രാജാവായിരിക്കുന്ന ഹെരോദാവും അദ്ദേഹത്തിൻ്റെ പട്ടാളവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാര സീമയ്ക്കകത്തുള്ള സകല വ്യക്തികളും ഒരുങ്ങിയിരിക്കുകയാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുകയാണ്. മതമേലധ്യക്ഷന്മാരും ഒക്കെ അദ്ദേഹത്തിന് അതിന് സഹായകമായി കൂടെയുണ്ട് താൻ. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലും പത്രോസ് അപ്പോസ്തലന് ശാന്തമായി ഉറങ്ങാൻ കഴിയുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനൊരു വാഗ്ദത്തമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്, യേശു കർത്താവ് തൻ്റെ ഉയിർപ്പിന് ശേഷം യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിന് 18 അദ്ദേഹത്തോട് പറഞ്ഞു, നീ വയസ്സനായ ശേഷം മറ്റൊരുത്തൻ നിൻ്റെ അര കെട്ടുകയും നിനക്കിഷ്ടമില്ലാത്ത ഇടത്തിലേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ പത്രോസിന്
ഒരു കാര്യം ബോധ്യമായി. തൻ്റെ ചെറുപ്പത്തിൽ അഥവാ തൻ്റെ യൗവനത്തിൽ അല്ലെങ്കിൽ തൻ്റെ മധ്യവയസ്സിൽ ഒന്നും താൻ ഈ ലോകം വിട്ടു പോകില്ല. കാരണം കർത്താവ് തനിക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ അർത്ഥം തീർച്ചയായും വൃദ്ധനായതിനു ശേഷം മാത്രമേ തൻ്റെ മരണം സംഭവിക്കൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പോൾ ഹെരോദാവിൻ്റെ തടവറയിൽ ആ പടയാളികളുടെ നടുവിൽ കിടക്കുമ്പോൾ താൻ ചിന്തിക്കുകയാണ്, നാളെ തന്നെ വധിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ആ രാജ്യത്ത് ക്രമീകരിക്കപ്പെടുമ്പോഴും രാജാവാണ് അതിന് ഓർഡർ ഇട്ടിരിക്കുന്നത്. യഹൂദന്മാരും അവിടെയുള്ള മതമേലധ്യക്ഷന്മാരും സാമാന്യ ജനത്തിൽ ഒരു നല്ല വിഭാഗമൊക്കെ പത്രോസിൻ്റെ മരണം കാത്തിരിക്കുക. പക്ഷെ പത്രോസിനറിയാം നാളെ എൻ്റെ മരണം ഉണ്ടാവില്ല. കാരണം താൻ ഇപ്പോഴും വയസ്സനായിട്ടില്ല. എൻ്റെ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, എൻ്റെ കർത്താവ് എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നീ വയസ്സനായ ശേഷമേ നിൻ്റെ മരണം സംഭവിക്കുള്ളൂ എന്ന നിലകളിൽ കർത്താവിൻ്റെ വാഗ്ദത്തം താൻ ഓർക്കുകയാണ്. ആ വാഗ്ദത്തത്തിൻ്റെ ഉറപ്പാണ്, ആ വാഗ്ദത്തത്തിലുള്ള വിശ്വാസമാണ് തീർച്ചയായും പത്രോസിനെ ധൈര്യപ്പെടുത്തുന്നത്. സുഖകരമായി ആ തടവറയിൽ അത് ഇത്രയും പടയാളികളുടെ നടുവിൽ പിറ്റേ ദിവസം വധിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. കാരണം ആൾറെഡി അതിനോടകം തന്നെ തൻ്റെ കൂട്ടുപ്രവർത്തനായിരിക്കുന്ന യാക്കോബിനെ വധിച്ചു കഴിഞ്ഞു, സഹശിഷ്യനായിരിക്കുന്ന യാക്കോബിനെ വധിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഈ പത്രോസിനെയും കൂടെ കൊല്ലാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ യാക്കോബ് മരണപ്പെട്ടതിൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിൽ പത്രോസിന് യാതൊരു തരത്തിലുള്ള ഭാരവും തോന്നുന്നില്ല. എന്താ കാരണം? അത് യാക്കോബിനുള്ള വാഗ്ദത്തമാണ്. കാരണം യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും മാതാവ് വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പ്രത്യക്ഷതയിൽ അല്ലെങ്കിൽ നിൻ്റെ ആ സ്വർഗീയ രാജ്യത്തിൽ അല്ലെങ്കിൽ അങ്ങ് പറയുന്നതായ ആ ദൈവരാജ്യത്തിൽ എൻ്റെ പുത്രന്മാരിൽ ഒരുത്തൻ അങ്ങയുടെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാനുള്ള അവസരമുണ്ടാക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ കുടിക്കുന്ന പാനപാത്രം അവർ കുടിക്കുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം അവർ ഏൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പത്രോസും യാക്കോബും യോഹന്നാനും ഉടനെ പറയുന്നുണ്ട്, അങ്ങ് ഏൽക്കുന്ന സ്നാനം ഞങ്ങൾ ഏൽക്കും, അങ്ങ് കുടിക്കുന്ന പാനപാത്രം ഞങ്ങൾ കുടിക്കും. അതായത് കർത്താവ് ഏൽക്കുന്ന ആ കഷ്ടത്തെക്കുറിച്ചും കർത്താവിൻ്റെ ആ രക്തസാക്ഷി അല്ലെങ്കിൽ ആ രക്തം ചൊരിഞ്ഞുള്ള മരണത്തെക്കുറിച്ചുമൊക്കെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. അന്ന് പറയുമ്പോൾ കർത്താവ് ദീർഘദർശനത്തിൽ അത് കാണുകയാണ്. യാക്കോബ് കൊല്ലപ്പെടുന്ന ഒരാളാണെന്നും വാളിനാൽ കൊല്ലപ്പെടുമെന്നും യോഹന്നാനും അതുപോലുള്ള കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും കർത്താവ് ദീർഘദർശനത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. കർത്താവിനന്ന് നേരത്തെ അറിയാം. അതുകൊണ്ട് കർത്താവ് ഉടൻ ഒരു മറുപടി പറയുന്നുണ്ട്, അതെ, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുകയും ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യും നിശ്ചയം. പക്ഷേ എൻ്റെ വലത്തും ഇടത്തും ആരാണ് ഇരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞ് താൻ ആ വിഷയത്തിൽ അവർക്ക് മറുപടി കൊടുക്കുന്ന ഈ പത്രോസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യാക്കോബിൻ്റെ ആ രക്തസാക്ഷിത്വ മരണം അല്ലെങ്കിൽ ഹെരോദാവിൻ്റെ വാളാൽ കൊല്ലപ്പെട്ടുള്ള മരണം കണ്ടിട്ട് പത്രോസിന് ഭാരമൊന്നുമില്ല. രണ്ടുപേരെയും ഒരുപോലെ പിടിച്ചത്. യാക്കോബിനെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും പത്രോസിനെയും കൊല്ലാം. യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് സന്തോഷമായി. അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് രാജാവായിരിക്കുന്ന ഹെരോദാവ് എല്ലാ പ്ലാനുകളും ആരാച്ചാരന്മാരായിട്ടുള്ള ആളുകളെയും അതുപോലെയുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കഴിഞ്ഞു. നാളെ കൊല്ലാനിരിക്കുകയാണ്. പക്ഷേ പത്രോസ് വിചാരിക്കുകയാണ്, ദൂതൻ ഇറങ്ങുമെന്നൊന്നും പത്രോസിന് അറിഞ്ഞുകൂടാ. അന്ന് രാത്രി ദൂതൻ വന്ന് തന്നെ മോചിപ്പിക്കുന്നൊന്നും പത്രോസിന് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഉറപ്പാണ്, നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. അതൊന്നുകിൽ ആ വാൾ വെച്ച് വെട്ടുമ്പോൾ വാളൊടിഞ്ഞു പോകാം, അല്ലെങ്കിൽ ഹെരോദാവിൻ്റെ തീരുമാനം മാറാം, അല്ലെങ്കിൽ അസാധാരണമായ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാം. ഒരു കാര്യം ഉറപ്പ്, ഞാൻ നാളെ കൊല്ലപ്പെടില്ല, നാളെയും കൊല്ലപ്പെടില്ല, മറ്റന്നാളും കൊല്ലപ്പെടില്ല, അടുത്ത ദിവസങ്ങളിലൊന്നും ഞാൻ കൊല്ലപ്പെടില്ല. കാരണം എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, നീ വൃദ്ധനായതിനു ശേഷം മാത്രം മറ്റൊരുത്തൻ നിൻ്റെ അര കിട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊന്നും ആയിട്ടില്ലല്ലോ. എന്തിനാണ് ഞാൻ ഭാരപ്പെടുന്നത്? സുന്ദരമായിട്ട് കർത്താവിൻ്റെ കൈകളിലേക്ക് തൻ്റെ ജീവനെ ഏൽപ്പിച്ച് ശരീരത്തെ ഏൽപ്പിച്ച് സുഖമായിട്ട് അദ്ദേഹം കിടന്ന് ഉറങ്ങുന്നതിൻ്റെ കാരണം ഈ വാഗ്ദത്വം. യോഹന്നാൻ 21:18 കാണുന്ന ആ വാഗ്ദത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. അതുകൊണ്ട് തീർച്ചയായിട്ടും ബൈബിളിൽ നിന്ന് നിങ്ങളൊരു വാഗ്ദത്വം സ്വീകരിക്കണം. അതെ, ലോകത്തിൽ നിങ്ങളുടെ കുടുംബസ്വത്തിൽ നിങ്ങൾക്ക് അവകാശം കുറവായിരിക്കാം,
അല്ലെങ്കിൽ ലോകത്തിൽ പലയിടങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വലിയ സ്വാധീനമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പദവിയോ ഒന്നും കിട്ടിയില്ലായിരിക്കാം. പക്ഷേ വേദപുസ്തകത്തിലെ ഓരോ വചനവും ഓരോ വാക്യവും നിങ്ങൾക്കുള്ളതാണ്. അത് ഇന്നലകളിൽ ആർക്ക് ഉപയോഗിച്ചുവെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ എടുത്ത് എന്നോടുള്ള വാഗ്ദത്വമാണെന്ന് ആരൊക്കെ പറയുന്നൊന്നും നമ്മൾ വിഷയമാക്കേണ്ട കാര്യമില്ല. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി അതുള്ളതാണ്. അതുകൊണ്ടൊരു വാഗ്ദത്വം നിങ്ങൾ പ്രാപിക്കണം. ഒന്നുകിൽ പ്രാർത്ഥിച്ച് ദർശനങ്ങളിലൂടെ പ്രാപിക്കണം, അല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് പ്രാപിക്കണം. ഇല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ദൈവവചനം വായിച്ച് അതിൽ നിന്നൊരു വാഗ്ദത്വം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് തലയിലത് വെച്ച്, അതെ ഇതെൻ്റെ വാഗ്ദത്തമാ, എന്നോടുള്ള ദൈവത്തിൻ്റെ ദൂത, എന്നോടുള്ള ദൈവശബ്ദമാ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുക്കണം. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കു ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കു ഒരു മാറ്റമില്ല.